കണ്ടല്ലൂർ തെക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്ന വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടല്ലൂർ തെക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടപ്പാക്കുന്ന വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ രേവതിയിൽ ഗിരിജ എസ് നായർക്ക് പുസ്തകം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ആസ്വാദനത്തിന്റെ തലം മാറിയും നമുക്ക് ഏറെ പെട്ടെന്ന് കിട്ടാൻ ഏത് കാര്യമുണ്ടോ ആ കാര്യത്തെയാണ് ഏതൊരാളും മനുഷ്യനും പെട്ടെന്ന് സ്വീകരിക്കും. വലിയ അധ്വാനമൊന്നും കൂടാതെ വിജ്ഞാനം പെട്ടെന്ന് കിട്ടാനുള്ള ഒരു രീതിയിലാണ് നമ്മുടെ പുതിയ നവമാധ്യമങ്ങളെ സമീപിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഭാവനയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, ഒരു മനുഷ്യൻ്റെ ചിന്തയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, ഒരു മനുഷ്യൻ ഒരു പുസ്തകത്തിലൂടെ അവൻ്റെ ചിന്ത രൂപപ്പെടുത്തിയെടുത്ത് അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതാണ് വായനയുടെ പ്രത്യേക സർഗാത്മകത. ABC ഗ്രേഡിലുള്ള ഗ്രന്ഥശാലകളിൽ ഒരു മാസം 100 വീടുകളിൽ 6 ദിവസമായിട്ട് സാർ. എന്നാൽ അവിടെ നമ്മൾ ഒരു എത്ര 20 രൂപയില്ലേ സാർ? ഒരു മാസം ഒരു വീട്ടിൽ നിന്ന് 20 രൂപ നമ്മൾ സമാഹരിച്ചുകൊണ്ട് അതിലെ പകുതി പണം ലൈബ്രറിയന് കൊടുത്ത് പകുതി പണം ഗ്രന്ഥശാലയ്ക്ക് കൊടുത്ത് ആണ് ഇതിൻ്റെ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത്. മൊബൈലിലൂടെ വന്നപ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാരും മൊബൈലിൽ ഒരുപാട് നല്ല വശങ്ങളുണ്ട്. പക്ഷേ നല്ല വശങ്ങൾ ഉപയോഗിക്കാതെ മോശം വശങ്ങളിൽ കൂടി അവർക്ക് അഭിലഷണീയമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വായന ഇല്ലാത്തതാണ്. അപ്പം നമ്മുടെ ലൈബ്രറി കൗൺസിൽ മുൻകൈ എടുത്തുകൊണ്ട് പുസ്തകം വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സമ്പ്രദായം അത് നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും അതേപോലെ സമയമില്ലാത്തവർക്കും അവർക്ക് സമയം കണ്ടെത്തി വായിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഈ ലൈബ്രറി കൗൺസിൽ ഈ ലൈബ്രറികളിലൂടെ ഒരുക്കുന്നത്. ഒരാഴ്ച കുറഞ്ഞത് 20 വീടുകളെങ്കിലും സന്ദർശിച്ച് പുസ്തകം എത്തിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ്. പുസ്തകം വായിക്കാൻ വായനശാലയിൽ വരാൻ കഴിയാത്തവർക്ക് പുസ്തകം വീട്ടിലെത്തിക്കുക, അവരെ വായിക്കാൻ പ്രേരിപ്പിക്കുക, അതിൽ കൂടി വായനയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ പുസ്തകം വീടുകളിൽ എത്തിക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ ഒരു സംവിധാനം നമ്മൾ ആലോചിച്ചിരുന്നു. ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ഒരു ആസ്വാദനം ഇപ്പോൾ ഒരു കൂട്ടുകാരായിട്ട് ഇരുന്ന് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഒരു ആസ്വാദനം തയ്യാറാക്കി അതുകൂടെ നമ്മുടെ ഇതോടൊപ്പം തന്നെ മടക്കി നൽകണമെന്ന് നേരത്തെ ഒരു ലൈബ്രറി നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനമില്ല. ഈ ലൈബ്രറികളെ സംബന്ധിച്ച് മാസത്തിൽ 6 ദിവസം ഒരു 100 വീടുകളിലേക്കെങ്കിലും പുസ്തകം എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നിപ്പോൾ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് തല നേതൃസമിതി കൺവീനർ M രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമടം, B ചന്ദ്രമോഹനൻ നായർ, K ജയവിക്രമൻ, R രാജകുമാരി, G രമാദേവി, K പ്രസന്നൻ, BK മധു, ഉഷശ്രീ, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.